ഹലോ എവരി വൺ വെൽക്കം ടു ബിഗ് ലേണിംഗ്. യു ജി സി നെറ്റ് പേപ്പർ ടു കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സെഷനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ജി സി നെറ്റിന്റെ ഓരോ ലെക്ചേഴ്സും കൊമേഴ്സ് സിലബസുമായി ബന്ധപ്പെട്ട ഓരോ ലെക്ചേഴ്സും എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ആൻഡ് ഏതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഓരോ ലെക്ചേഴ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 10 യൂണിറ്റുകളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഏരിയയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിൽ പറയുന്നത് രണ്ട് മേജർ ടോപ്പിക്സ് ആണ്. അതായത് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഏരിയാസും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. സോ ആദ്യം ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് കൺസെപ്റ്റ് ആൻഡ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അവിടെ ഇക്കണോമിക് എൻവയോൺമെന്റ്, ഇക്കണോമിക് സിസ്റ്റംസ്, ഇക്കണോമിക് പോളിസീസ്, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്, ദെൻ ലീഗൽ എൻവയോൺമെന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, then socio-cultural factors and their influence on business, corporate social responsibility. സോ ഇത്രയും ടോപ്പിക്സ് ആണ് ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിലബസിൽ. അതിൽ തന്നെ നമ്മൾ ഓർക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് ഓരോ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റും അതുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചറോ അല്ലെങ്കിൽ ഒരു എലമെന്റോ എടുത്ത് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് എൻവയോൺമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് കാണുന്നതാണ്. അതുകൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിലെ ചില ഫീച്ചേഴ്സ് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക് ഈ ഒരു ഏരിയയിൽ ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് എൻവയോൺമെന്റും ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ്, അവിടെ മോണിറ്ററി പോളിസിക്കും ഫിസിക്കൽ പോളിസിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൂടാതെ ഡിഫറെന്റ് ആക്ട്സ് ലൈക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഇവയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പോൾ ഫെമ ആയാലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയാലും നമ്മൾ അതിനെപ്പറ്റി മറ്റൊരു യൂണിറ്റിൽ കൂടി പറയുന്നുണ്ട്, ലീഗൽ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ്. അവിടെയും നമുക്ക് ഈ പറയുന്ന ഫെമയും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി അതിനുശേഷം ഇത്രയും ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ഇന്റർനാഷണൽ ബിസിനസ്സിൽ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, globalization and its drivers, then modes of entry into international business, theories of international trade, then government intervention in international trade, tariff and non-tariff barriers, India's foreign trade policy, foreign direct investment and foreign portfolio investment, types of FDI, അവിടെ different types like vertical FDI, horizontal FDI, then conglomerate FDI, അങ്ങനെയുള്ള ഓരോ കൺസെപ്റ്റുകളെ പറ്റിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്. Then cost and benefits of FDI to home and host countries, trends in FDI, India's FDI policy. Then balance of payment, BOPയുടെ ഡിഫറെൻറ്റ് കോമ്പോണൻസിനെ പറ്റിയും സിഗ്നിഫിക്കൻസിനെ പറ്റിയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നത് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ്. ലെവൽസ് ഓഫ് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, ദെൻ ട്രേഡ് ക്രിയേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഇഫക്ട്സ്, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്, ഇക്കണോമിക് യൂറോപ്യൻ യൂണിയൻ, ദെൻ ആസിയാൻ, അതേപോലെ സാർക്ക്, നാഫ്ത പോലുള്ള റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സിനെ പറ്റിയും പറയുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, IMF, വേൾഡ് ബാങ്ക്, UNCTAD, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഫംഗ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് WTO, അഗ്രികൾച്ചറൽ എഗ്രിമെന്റ്, ഗാറ്റ്സ്, ട്രിപ്സ് ആൻഡ് ട്രിംസ്, ഇതുപോലുള്ള WTOയുടെ കീഴിൽ വരുന്ന ഡിഫറെന്റ് എഗ്രിമെന്റ്സ്. ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഒന്നാമത്തെ ടോപ്പിക് FDI ആയിരിക്കും. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും തന്നെ നമ്മൾ കാണുന്ന ഒരു ഏരിയ ആണ് FDI. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റീജിയണൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഫോറിൻ ട്രേഡ് ഏരിയ ഫീച്ചേഴ്സ് എന്താണ്, അതേപോലെ കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, അങ്ങനെ ഈ ഇന്റഗ്രേഷൻ കൂടി വരുമ്പോൾ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമ്മളോട് ചോദിക്കാം. ദെൻ ആസിയാൻ, സാർക്ക് പോലുള്ള റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സും അങ്ങനെയുള്ള എഗ്രിമെന്റ്സ് അല്ല ഗ്രൂപ്പിംഗ്സിനെ പറ്റിയുമുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. യൂറോപ്യൻ യൂണിയന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിക്കാം. പിന്നീട് വരുന്നത് ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. IMF, വേൾഡ് ബാങ്ക്, UNCTAD ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ 4 ഓർഗനൈസേഷനെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ്, അതൊക്കെ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ IMF തന്നിട്ട് IMFന്റെ
SDR ബാസ്കറ്റിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നാഫ്തയുടെ പുതിയ പേരെന്താണ്? USMCA, അതിന്റെ കൺസെപ്റ്റുകളെ പറ്റി ചോദിക്കാറുണ്ട്. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുകയാണെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഇന്റർനാഷണൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് എഗ്രിമെന്റ്സിനെ പറ്റി സ്ഥിരമായിട്ട് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണ്. ഗ്യാറ്റ്സ്, ട്രിംസ് എഗ്രിമെന്റ് ഓഫ് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള എല്ലാ എഗ്രിമെന്റിന്റെയും മീനിങ് എന്താണ് ബേസിക് കൺസെപ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായാലും അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സിലബസ് ഏരിയാസ്. സിലബസ് ഏരിയാസിൽ അതുകൂടാതെ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. ഇന്റർനാഷണൽ ബിസിനസിന്റെ മോഡ്സ് ഓഫ് എൻട്രി, ഏതെങ്കിലും ഒരു എൻട്രി മോഡ് വന്നിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. അതുകൂടാതെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ ലെറ്റ് മീ മൂവ് ഓൺ. ഞാൻ ഇവിടെ നിന്നും ഇത്രയും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് പറഞ്ഞു. ഈ പറഞ്ഞ ഓരോ ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ നിന്നും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 6 ടോപ്പിക്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇക്കണോമിക് ഇന്റഗ്രേഷൻ, ദെൻ ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ IMF പോലുള്ള അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലുള്ള ദെൻ WTO പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി കൃത്യമായിട്ട് അറിയണം. ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, CSR, ദെൻ ബിസിനസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് എൻവയോൺമെന്റും അതിന്റെ ബേസിക് കൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഏരിയാസ് ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് അത്ര ടഫ് ഒന്നും ആവില്ല. എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് സിലബസ് വൈസ് ആയിട്ട് കവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ ഏരിയയിൽ നിന്നും പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, മാച്ച് ദി ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനുള്ള മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അതിൽ തന്നെ നിങ്ങൾ കാണാം, ഞാൻ പറഞ്ഞതുപോലെ ഇക്കണോമിക് എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റ് എൻവയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഏത് എലമെന്റ് ആണ് ഏത് എൻവയോൺമെന്റ് ആണ് മാച്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അറിയേണ്ടത്. എത്തിക്കൽ ഇഷ്യൂസ്, ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് പോളിസീസ്, ഇക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ, ദെൻ ജുഡീഷ്യറി പവേഴ്സ്. നമുക്കൊന്ന് മാച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാച്ച് ചെയ്യാൻ സാധിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇക്കണോമിക് എൻവയോൺമെന്റ് എന്തുമായി നമുക്ക് മാച്ച് ചെയ്യാം? ഇക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. സോ ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് പോളിസീസ് ഇക്കണോമിക് എൻവയോൺമെന്റ് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ദെൻ രണ്ടാമതായി പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റ് എൻവയോൺമെന്റ്, ജുഡീഷ്യറി പവേഴ്സ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, ഗവൺമെന്റ് എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ജുഡീഷ്യറി പവേഴ്സ് നമ്മൾ പറയുന്നത്. ദെൻ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എത്തിക്കൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ഭാഗമായിട്ട് പറയാം. ദെൻ ഇക്കണോമിക് സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ, അത് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആണ്. പോപ്പുലേഷനെ ഇക്കണോമിക് വൈസിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടാണ്. പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ഭാഗമായിട്ട് വരും. സോ ഇത്തരത്തിൽ ഓരോ എലമെന്റ്സ് തന്നിട്ട് ഇത് ഏത് എൻവയോൺമെന്റ് ആണ് എന്ന് ഇത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു തവണയല്ല, പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിലാണ്, പല എലമെന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. മറ്റൊരു ക്വസ്റ്റ്യൻ, സെയിം കൺസെപ്റ്റ് മറ്റൊരു രീതി ചോദിച്ചിരിക്കുകയാണ്. സൈസ് ഓഫ് ദി മാർക്കറ്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഇവിടെ ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് ബിസിനസ്, ദെൻ ഫോറിൻ ട്രേഡ് പോളിസി, മാക്രോ എൻവയോൺമെന്റ്, നോൺ ഇക്കണോമിക് എൻവയോൺമെന്റ്. ഇത് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, ഓരോ എലമെന്റും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിക്കുക, മാച്ച് ചെയ്യാം. അതായത് ഇത് ചിലപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇപ്പോൾ ഈ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഭാഗമായിട്ട് പറയുമെങ്കിൽ ഇത് തന്നെ നമുക്ക് കൺസ്യൂമർ ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അതായത് സൈസ് ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എൻവയോൺമെന്റ് ഭാഗമാണ്. ദെൻ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നോൺ ഇക്കണോമിക് എൻവയോൺമെന്റ്, ഇക്കണോമിക് എൻവയോൺമെന്റ് അല്ലാത്ത മറ്റൊന്നാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്, ഫോറിൻ ട്രേഡ് പോളിസിയുടെ ഭാഗമായിട്ടാണ് എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റിനെ സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളിത് മാച്ച് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കണം. ഐ ഷോ യു വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. എല്ലാം കൂടുതൽ ക്വസ്റ്റ്യനും ഈ ഒരു മോഡലിലാണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, ഇക്കണോമിക് എൻവയോൺമെന്റ്, ദെൻ ജിയോഗ്രാഫിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ എൻവയോൺമെന്റ്.
അവിടെ ഓപ്ഷൻസ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഡസ്ട്രീസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് ഓൺ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്, ദെൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഇക്കണോമിക് സിസ്റ്റം ആൻഡ് ഇക്കണോമിക് പോളിസി, റിലേറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്, occupation and spatial mobilities of the population having implications for business. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് പലപ്പോഴും പല ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് ഇക്കണോമിക് സിസ്റ്റം ഇക്കണോമിക് പോളിസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ ഇക്കണോമിക് എൻവയോൺമെന്റുമായിട്ട് മാച്ച് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ് നമ്മളുടെ ഇക്കണോമിക് സിസ്റ്റവും അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസിയുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്നത്. ഇക്കണോമിക് എൻവയോൺമെന്റ് ഭാഗമായിരിക്കാം, എന്നാൽ ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇക്കണോമിക് സിസ്റ്റത്തെയും നമ്മളുടെ രാജ്യത്തെ ഇക്കണോമിക് സിസ്റ്റത്തെയും ഇക്കണോമിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഇക്കണോമിക് സിസ്റ്റം ആൻഡ് ഇക്കണോമിക് പോളിസി. ദെൻ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒക്യുപ്പേഷണൽ ആൻഡ് സ്പേഷ്യൽ മൊബിലിറ്റീസ് ഓഫ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എപ്പോഴും ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് വരുന്നത്. സോ സെക്കൻഡ് ഓപ്ഷന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദെൻ ഇക്കണോമിക് എൻവയോൺമെന്റ് അവിടെ നമുക്ക് മാച്ച് ചെയ്യാവുന്നത് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇൻഡസ്ട്രീസ് ഡയറക്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. സോ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് ഇക്കണോമിക് എൻവയോൺമെന്റ് വളരെ വൈറ്റലാണ്. ഇക്കണോമിക് പോളിസീസും ട്രേഡ് പോളിസീസും ഒക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജിയോഗ്രഫിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ എൻവയോൺമെന്റ് ഈസ് റിലേറ്റിംഗ് ടു നാച്ചുറൽ റിസോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇക്കോളജിക്കൽ എൻവയോൺമെന്റ്. ഓക്കെ, സോ അതാണ് മാച്ച് ദി ഫോളോയിങ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മറ്റൊരു ക്വസ്റ്റ്യൻ, given below are two statements. Statement 1, monetary policy causes a deliberate change in government revenue and expenditure with a view to influencing the price level and quantum of national output. Statement 2, fiscal policy regulates the supply of money and the fiscal policy regulates the money supply and the cost and availability of credit. So ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മോണിറ്ററി പോളിസി കോസസ് എ ഡെലിബറേറ്റ് ചേഞ്ച് ഇൻ ഗവൺമെന്റ് റവന്യൂ. അത്തരത്തിലൊരു വേരിയേഷൻ മോണിറ്ററി പോളിസി വഴി സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ആൻഡ് എക്സ്പെൻഡിച്ചർ വിത്ത് ദി വ്യൂ ടു ഇൻഫ്ലുവൻസിങ് പ്രൈസ് ലെവൽ ആൻഡ് ക്വാണ്ടം ഓഫ് നാഷണൽ ഔട്ട്പുട്ട്. മോണിറ്ററി പോളിസി എന്താണ്? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ പോളിസിയാണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് RBI ആണ് മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി RBIക്ക് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. അവരാണ് മോണിറ്ററി പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ആൻഡ് ദി പർപ്പസ് ഈസ് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രിയിലെ കറൻസി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് എക്സസീവ് കറൻസി സർക്കുലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷനിലേക്ക് കൂടി എത്തിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ കൂടുതലായിട്ടൊന്നും സംഭവിക്കും, അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അങ്ങനെ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാങ്ങിക്കാൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സസ് ഉണ്ടാകണമെന്നില്ല. ബിക്കോസ് ഇക്കണോമിക് പോളിസി പറയുന്നത് റിസോഴ്സസ് സ്കേഴ്സ് ആണെന്നാണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണുള്ളത്. അപ്പോൾ ആളുകൾ വീണ്ടും 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 ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ സപ്ലൈസ് എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ദെയർ വിൽ ബി എ ജനറൽ ഇൻക്രീസ് ഓർ increase in the prices of commodities, right? There is increase in general price level. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ അത് ഡിഫ്ലേഷൻ ആണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കറൻസി സർക്കുലേഷനുള്ളത് കൂടുതലാണ്, അത് കുറയ്ക്കണം. അതിനു വേണ്ടിയാണ് മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. ഡിഫ്ലേഷൻ ആണെങ്കിൽ കറൻസി സർക്കുലേഷനിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഇല്ല, അപ്പോൾ കൂടുതൽ കറൻസി സർക്കുലേഷനിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി മോണിറ്ററി പോളിസി യൂസ് ചെയ്യാം. സോ മോണിറ്ററി പോളിസിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇക്കണോമിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഗവൺമെന്റിന് അഡീഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതേപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നും നമ്മളുടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നില്ല. ഇവയെല്ലാം ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്, റൈറ്റ്? അതായത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് പോളിസി, ടാക്സേഷൻ പോളിസി, ദെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ബോറോയിങ് പോളിസി പോലുള്ള കാര്യങ്ങളെല്ലാം ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമാണ്, മോണിറ്ററി പോളിസിയുടെ ഭാഗമല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തെറ്റാണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാലോ, ഫിസ്ക്കൽ പോളിസി റെഗുലേറ്റ് ദി മണി സപ്ലൈ ആൻഡ് കോസ്റ്റ് ഓഫ് മണി സപ്ലൈ ആൻഡ് ദി കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. മണി സപ്ലൈയും അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരുന്നു? മോണിറ്ററി പോളിസിയാണ്, നോട്ട് ഫിസ്ക്കൽ പോളിസി. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. So the right answer is both statement 1 and statement 2 is incorrect. രണ്ട് ഓപ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ ഈസ് റിലേറ്റിംഗ് ടു
മോണിറ്ററി പോളിസി ആൻഡ് ഫസ്റ്റ് ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ ഇത് റിലേറ്റിംഗ് ടു ഫിസിക്കൽ പോളിസി. ആ രണ്ട് കൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ദി സെൻട്രൽ ബാങ്ക് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് സേവിംഗ്, ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഇൻ ദി ഇക്കോണമി ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് പോളിസി? അസീസ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സെൻട്രൽ ബാങ്കിന്റെ പോളിസി എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ ബാങ്കിന്റെ പോളിസി വിത്ത് റിഗാർഡ് ടു കറൻസി സർക്കുലേഷൻ, സേവിങ്, ഇൻവെസ്റ്റ്മെന്റ്, കൺസ്യൂമർ സ്പെൻഡിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മോണിറ്ററി പോളിസി ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് മോണിറ്ററി പോളിസി. മൂവിങ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ അഗെയിൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റ് 1-ൽ ഫിസിക്കൽ പോളിസി, ടെക്നോളജി പോളിസി, മാക്രോ ഇക്കണോമിക് പോളിസി, മോണിറ്ററി പോളിസി. ലിസ്റ്റ് 2-ൽ തന്നിരിക്കുന്നത് മിറ്റിഗേഷൻ ഓഫ് നാഷണൽ ഹസാർഡ്സ്, ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫിസിക്കൽ ഫെഡറലിസം, ഇൻഫ്ലേഷൻ. സോ ഇതിൽ നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഡയറക്ട്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ വാട്ട് അബൌട്ട് ഫിസിക്കൽ പോളിസി? ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഫിസിക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടാണ്. വാട്ട് ഈസ് ഫെഡറലിസം? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ. ഇതാണ് ഫെഡറലിസം കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ പവർ ഷെയറിംഗ് ഉണ്ട്, റിസോഴ്സസ് ഷെയറിംഗ് ഉണ്ട്. ഇവയെല്ലാം ഫെഡറലിസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ ഇത് യൂണിറ്ററി വിത്ത് ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയും. ഇന്ത്യ ഒരു യൂണിയൻ ആണ്, അതേസമയം ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യവും നമുക്ക് പല സംസ്ഥാനങ്ങളും ഉണ്ട്. ഇവിടെ യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാനത്തിലുള്ള ഗവൺമെന്റ്സും ഉണ്ട്. ഈ യൂണിയൻ ഗവൺമെന്റിന് സംസ്ഥാനത്തിലുള്ള ഗവൺമെന്റ്സും തമ്മിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു ഫെഡറേഷൻ തന്നെയാണ്. ആ ഒരു സെൻസിൽ പറയുമ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഫണ്ട് മൂവ്മെന്റ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്, ഇതെല്ലാം ഫിസിക്കൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ടെക്നോളജി പോളിസി. ടെക്നോളജി പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് നാഷണൽ ഹസാർഡ്സ് ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ മാക്രോ ഇക്കണോമിക് പോളിസി, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒക്കെ നമുക്കൊരു മാക്രോ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് പറയാം. ഓക്കെ, സോ മാച്ച് ചെയ്തപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ദെൻ മൂവിങ് ഓൺ. വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്നിരിക്കുന്ന ഏരിയ ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയാസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ഇക്കണോമിക് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇന്റഗ്രേഷൻ. ഏറ്റവും ബേസിക് ലെവലാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഫ്രീ ട്രേഡ് ഏരിയ, അതിന് മുമ്പ് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്ന് പറയും. പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ, അതിന് മുകളിലാണെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയ, അതിന് മുകളിലാണെങ്കിൽ അതൊരു കസ്റ്റംസ് യൂണിയൻ ആവും, ദെൻ കോമൺ മാർക്കറ്റ് ആവും, അതേപോലെ ഇക്കണോമിക് യൂണിയൻ. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കൺസെപ്റ്റുകളും കൃത്യമായിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോമൺ മാർക്കറ്റ് എന്താണ്, ഇക്കണോമിക് യൂണിയൻ എന്താണ്, ഫ്രീ ട്രേഡ് ഏരിയ ആൻഡ് കസ്റ്റംസ് യൂണിയൻ. കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഇറ്റ് അബോളിഷസ് ഓൾ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് എമംഗ് മെമ്പർ സ്റ്റേറ്റ്സ്. മെമ്പർ കൺട്രീസ് തമ്മിലുള്ള, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഫ്രീ ട്രേഡ് ഏരിയയുടെ ഭാഗമാണെന്ന് വിചാരിക്കാം, കൺസെപ്ച്വലി മാത്രം. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ മെമ്പേഴ്സ് ആണെങ്കിൽ ഇവയുടെ ഇടയിലുള്ള ട്രേഡ് നടക്കുമ്പോൾ അവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. താരിഫ് ബാരിയേഴ്സ് ഒഴിവാക്കും, അതേപോലെ നോൺ താരിഫ് ബാരിയേഴ്സും ഒരു പരിധി വരെ ഒഴിവാക്കും. തടസ്സങ്ങളൊന്നുമില്ല. ടാക്സ് ഒന്നും പേ ചെയ്യാതെ നമുക്ക് ഗുഡ്സ് പരസ്പരം മൂവ് ചെയ്യാമെങ്കിൽ അത്തരം രാജ്യങ്ങളകത്ത് ആ ഒരു റിലേഷനെയാണ് നമ്മൾ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഇറ്റ് അബോളിഷസ് ഓൾ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് എമംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇറ്റ് നോട്ട് ഓൺലി എലിമിനേറ്റ്സ് ഓൾ റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് എമംഗ് മെമ്പേഴ്സ്. അതായത് ഫ്രീ ട്രേഡ് ഏരിയയുടെ ഫീച്ചേഴ്സ് കൂടാതെ ബട്ട് ഓൾസോ അഡോപ്റ്റ്സ് എ യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി അഗെയിൻസ്റ്റ് നോൺ മെമ്പേഴ്സുമായിട്ട് ഒരേ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പോളിസി യൂസ് ചെയ്യുവാണെങ്കിൽ. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ, 2-3 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കസ്റ്റംസ് യൂണിയൻ ആണെന്ന് പറയുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്കിടയിൽ മൂവ്മെന്റിന് ഗുഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടി ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട. അതേപോലെ ഈ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ ഇന്ത്യയായിട്ട് ആ സെക്കൻഡ് രാജ്യം ട്രേഡ് ചെയ്യുന്ന അതേ ടാക്സ് തന്നെ പാകിസ്ഥാനായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും വരും. ഇതാണ് കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി എന്ന് പറയുന്നത്. സോ സെയിം ഒരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി എഗെയിൻസ്റ്റ് നോൺ മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയാം. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് അലൗസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വിത്തിൻ ദി കോമൺ മാർക്കറ്റ്. എക്സ്പ്ലനേഷനിൽ തന്നെ കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കോമൺ മാർക്കറ്റ് ആണ് ഫ്രീ മൂവ്മെന്റ് അവിടെ ഹാപ്പൻ ചെയ്യപ്പെടുന്നുണ്ട്. റൈറ്റ്. ദെൻ അടുത്തത് നെക്സ്റ്റ് വൺ
It achieves some degree of harmonization of national economic policies through a common central bank, unified monetary and fiscal policy. അതായത് കോമൺ സെൻട്രൽ ബാങ്ക് വരുന്നു. അതിനർത്ഥം എന്താണ്? ഒറ്റ കറൻസിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒറ്റ കറൻസിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയാം. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Sequence of the following CSR eligibility criteria spending as per the provisions of Indian Companies Act 2013. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള പ്രൊവിഷൻസ് എന്താണ്? CSR എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ പ്രൊവിഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് നെറ്റ് വർത്ത് ഓഫ് 500 crores or more, 2% of average profit spent on CSR, net profit of rupees 5 crore or more in a given financial year, turnover of 1000 crore or more, penal action for non-compliances. ഓക്കെ, ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ അതായത് ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു CSR എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറ്റി പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ടേൺ ഓവർ 10,000 crore or more ആവുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് നെറ്റ് വർത്ത് 500 crore or more ആവുന്നു. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് 5 crore or more ഇൻ ഫിനാൻഷ്യൽ ഇയർ ആവുന്നു. ഈ ഒരു ഓർഡർ ഈസ് സ്റ്റേറ്റഡ്. ഓക്കെ, ആ ഒരു ഓർഡർ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ആസ് പെർ ദി ആക്ട്. അപ്പോൾ ആക്ട് പറയുന്ന ഓർഡർ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നെറ്റ് വർത്ത് 500 crores മോർ ആകുവാണെങ്കിൽ, അതോടൊപ്പം ടേൺ ഓവർ 1000 crore കൂടുതലാവുകയാണെങ്കിൽ, അത് കൂടാതെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആണ് പറയുന്നത്, ആ നെറ്റ് പ്രോഫിറ്റ് 5 crore കൂടുതൽ വരുവാണെങ്കിൽ. ഓക്കെ, ഈ 3 കൺസെപ്റ്റ് വച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ 3 ടേംസ് ബേസ് ചെയ്തുകൊണ്ട് ആ കമ്പനി എന്ത് ചെയ്യണം? അത്രയും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ്, കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 2% CSR ആയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതർവൈസ് ദേ വിൽ ഹാവ് ടു ഫേസ് പീനൽ ആക്ഷൻ ഫോർ നോൺ കംപ്ലൈൻസ്. അപ്പോൾ ആ ഒരു ഓർഡർ നമുക്കൊന്നുകൂടി നോക്കിയാലോ. അത് നമ്മൾ പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് നെറ്റ് വർത്ത്, അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 crore കൂടുതലാണെങ്കിൽ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. പോസിറ്റീവ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 crore കൂടുതലാണെങ്കിൽ. രണ്ടാമതായിട്ട് അവരുടെ ടേൺ ഓവർ, നെറ്റ് വർത്ത് കൂടാതെ അവരുടെ ടേൺ ഓവർ 1000 crore കൂടുതലാവുകയാണ്. ഓക്കെ, അത് കൂടാതെ അവരുടെ കറണ്ട് ഇയറിൽ ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 crore കൂടുതലാവുകയാണ്. ഈ 3 സാഹചര്യങ്ങൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ ദെൻ അവരുടെ പ്രോഫിറ്റിന്റെ 5%, അതായത് ആവറേജ് 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റിന്റെ 5%, 3 വർഷത്തെ ആവറേജ് പെർസെൻറ്റേജിന്റെ 2% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം ടുവേർഡ്സ് CSR. സോ ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഓക്കെ, ആദ്യം വരേണ്ടത് ഫസ്റ്റ് വൺ ആണ്, പോസിറ്റീവ് നെറ്റ് വർത്ത് ഓഫ് 500 crores or more. സെക്കൻഡ് വരേണ്ടത് ഫോർത്ത് വൺ ആണ്, ടേൺ ഓവർ ഓഫ് 1000 crore or more. തേർഡ് വൺ ആണ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കറണ്ട് ഇയർ, അത് 5 crore കൂടുതലാണെങ്കിൽ. ദെൻ 2% കോൺട്രിബ്യൂട്ട് ചെയ്യണം, സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് ഫൈനലി അതർവൈസ് ലീഗൽ ആക്ഷൻ ഉണ്ടാകും. നോൺ കംപ്ലൈൻസ് ആണെങ്കിൽ പീനൽ ആക്ഷൻ വിൽ ബി ദെയർ. ഓക്കെ, ഇതാണ് മാച്ച് ദി ഫോളോയിങ്. ഫോർ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആ ഒരു ലോ നമുക്ക് കൃത്യമായിട്ട് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നൗ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Foreign investment can be made through which of the following routes? Foreign direct investment, foreign portfolio investment, private equity investment, foreign venture capital investees. So ഈ തന്നിരിക്കുന്ന എല്ലാ രീതിയിലും നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, ഓപ്ഷൻ 1 പറയുന്ന 1, 2, 3 and 4 ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി വീണ്ടും നമ്മളൊരു മാച്ച് ദി ഫോളോയിങ്ങിലേക്ക് വരുന്നു. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. Direct investment overseas aimed at manufacturing products not manufactured by the firm in the home country. അതിനെ വിളിക്കുന്ന പേരെന്താണ്? Then direct investment in a foreign country aimed at sell the output of a firm's domestic production. ഡൊമസ്റ്റിക്കലി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് ഫോറിൻ കൺട്രിയിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. Then direct investment overseas aimed at providing input for the firm's production process in the home country. Then foreign firms investing overseas and taking control over foreign assets. ഈ പറയുന്ന 4 ഡിഫറെന്റ് കൺസെപ്റ്റുകൾ പറഞ്ഞു. ഈ 4 ഡിഫറെന്റ് കൺസെപ്റ്റുകൾ ഇൻവേർഡ് FDI,
ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI, ദെൻ കോൺഗ്ലോമറേറ്റ് FDI ആൻഡ് ഫോർവേഡ് വെർട്ടിക്കൽ FDI. ഇവയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇത് ഏതൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സി. ഓപ്ഷൻ 1, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർസീസ് എയിംഡ് അറ്റ് മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ് നോട്ട് മാനുഫാക്ചർഡ് ബൈ ദി ഫേം ഇൻ ദി ഹോം കൺട്രി. നമ്മുടെ ഹോം കൺട്രിയിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യാത്ത പ്രൊഡക്റ്റുകളാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ ഫോറിൻ കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നത് കോൺഗ്ലോമറേറ്റ് FDI എന്നാണ്. നമ്മൾ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ല, ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് കോൺഗ്ലോമറേറ്റ് FDI എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഫോറിൻ കൺട്രി എയിംഡ് ടു സെൽ ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫേംസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതായത് ഔട്ട്പുട്ട് നമുക്ക് സെൽ ചെയ്യാനാണ് ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ പ്രൊഡക്ഷൻ നടത്തിയതിന്റെ ഔട്ട്പുട്ട് ഫോറിൻ മാർക്കറ്റിൽ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു ഫോർവേഡ് വെർട്ടിക്കൽ FDIക്ക് എക്സാമ്പിൾ ആണ്. ദെൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർസീസ് എയിംഡ് അറ്റ് പ്രൊവൈഡിങ് ഇൻപുട്സ് ഫോർ ദി ഫേംസ്. നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ, അതായത് നമ്മളുടെ സപ്ലൈസിന്റെ കമ്പനി നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നു വിചാരിക്കാം. നമ്മുടെ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവരാണ്, നമുക്ക് റോ മെറ്റീരിയൽ അങ്ങനെയാണ് കിട്ടുക. ആ റോ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ബാക്ക്വേർഡ് വെർട്ടിക്കൽ FDI എന്നാണ്. ദെൻ foreign firms investing overseas for and taking control over foreign assets, that is called inward FDI. Okay, so these are the terms that you need to remember. Okay, so നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കണ്ടു ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചതായിട്ട്. അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ്, ഈ രണ്ട് ഏരിയയിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യന്റെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ സെയിം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് മീ ടെൽ യു എ 5-step സ്ട്രാറ്റജി. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ അവർ സ്ട്രാറ്റജി ഫോക്കസ് ടോപ്പിക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞ അതേ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രിപ്പറേഷന് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആ ഏരിയയ്ക്കാണ്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഗുലർലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻ അഡീഷൻ ഈ ഒരു ഏരിയ വളരെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സിലബസ് ഇസ് റിക്വയർഡ്. ഫസ്റ്റ് യു ക്യാൻ ഫോളോ ദി സ്ട്രാറ്റജി ഫോക്കസ് ഏരിയസ്. അതിനെ കൃത്യമായിട്ടൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 70% ക്വസ്റ്റ്യൻ ഏരിയയും അല്ലെങ്കിൽ 70 to 80% ക്വസ്റ്റ്യൻ ഏരിയയും നമുക്ക് അവിടെ തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. റെഗുലർ വേയിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ദി 5 steps. ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് 1 ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യാവുന്ന 5-step സ്ട്രാറ്റജിയാണ്. നോർമലി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൊമേഴ്സിലേക്ക് വരുമ്പോൾ 7 to 12 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കാണാറുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏരിയയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 80% ആണ്. നമ്മളിപ്പോൾ 12 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വി നീഡ് ടു നമ്മൾ മാക്സിമം 9 ക്വസ്റ്റ്യൻസ് എങ്കിലും ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നോർമലി നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഡയറക്റ്റ് ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് ചോദിക്കാറ്. സോ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.